കൂറുമാറിയതിനെ സംബന്ധിച്ച് ഇമാം ഇബ്നുൽ അസീർ രേഖപ്പെടുത്തുകയാണ്. എന്താണ് എഴുതുന്നത്? ഫകാന അഅ്ളമ ഫിത്നത്തിൻ അലാ ബനി ഹനീഫത മിൻ മുസൈലിമത. ഈ മനുഷ്യനെ കൊണ്ടാണ് എല്ലാ നാശവും മുസൈലിമത്തിന്റെ പാർട്ടിക്കുണ്ടായത്. എല്ലാ നാശവും ഉണ്ടായത് ഈ മനുഷ്യരെ കൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ ശിഷ്യനാണ്. എന്താണ് അയാൾ ചെയ്ത പണി എന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ അടുക്കുന്ന ഭക്ഷണം കഴിച്ച് മദീനയിൽ നിന്ന് ഓതിപ്പടിച്ചിട്ട് ശഹിദ ലഹു അന്നഹു സമിഅ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഇന്ന മുസൈലിമത ഖദ് ഉശിരിക മഅഹു ഫസദ്ദഖൂഹു വസ്തജാബൂ ലഹു. അവസാനത്തെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഇൽമും പഠിച്ചു പോയിട്ട് ഈ മനുഷ്യൻ യമാമ പ്രദേശത്ത് പോയിട്ട് പറഞ്ഞു, ഒരു കള്ള നബിയുണ്ട് അവിടെ, മുസൈലിമത്ത് എന്നാണ് അവന്റെ പേര്. ആ കള്ള നബി നബിയാണെന്ന് മുഹമ്മദ് നബി പറയുന്നത് ശിഷ്യനായ കാലത്ത് ഞാൻ കേട്ടിരുന്നു. ഈ മുസൈലിമത്ത് നബിയാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നുവെന്ന് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വെച്ച് പഠിച്ചിട്ട് പുറത്തുപോയ ഒരു ശിഷ്യൻ അവിടെ പോയി പ്രചരിപ്പിച്ചു. പച്ചക്കള്ളം പ്രചരിപ്പിച്ചതാണ്. അത് ഏറ്റവും വലിയ മുസീബത്തായിപ്പോയി എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് നടന്ന സംഭവങ്ങൾ പണ്ഡിതന്മാർ യഥാർത്ഥ പണ്ഡിതന്മാരാകുമ്പോ അതേ അൽഉലമാഉ വറസത്തുൽ അംബിയാ, ആലിമീങ്ങൾ അംബിയാക്കൾ അനന്തരക്കാരാണ്. അംബിയാക്കൾക്കുണ്ടായ ചില പരീക്ഷണങ്ങൾ ആലിമീങ്ങൾക്കും വരും. അവരെ ശിഷ്യന്മാർ ചിലർ പിരിഞ്ഞു പോയിട്ട് അവരെ ചീത്ത പറയുന്നവരും കള്ളം പറയുന്നവരും കള്ള റിപ്പോർട്ട് പറയുന്നവരും ഉണ്ടാകും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതിന് സിദ്ദീഖുൽ അക്ബർ ഉത്തരവാദിയല്ല, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉത്തരവാദിയല്ല, അല്ലാഹുവിന്റെ റസൂൽ ഉത്തരവാദിയല്ല. ഇതുപോലെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ചീത്ത പറഞ്ഞു നടക്കുന്നത് സഖാഫി. അദ്ദേഹം പറഞ്ഞു പോൽ ഷാർജയിൽ നിന്ന് കാന്തപുരം 8 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു. എന്നിട്ടോ 8 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചതിനെ പറ്റി ഇവിടെ വന്നിട്ട് അൽ കാമിൽ ഫി താരീഖാണ് ഞാൻ വായിച്ചത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹം പറഞ്ഞു ചിരിപ്പിക്കാണ് മുജാഹിദീങ്ങളാ മൗലവി. എന്താ പറഞ്ഞോ? കാന്തപുരം 8 റക്അത്ത് നിസ്കരിച്ചു. അതിനെപ്പറ്റി ചോദിച്ചപ്പോ കാന്തപുരം പറഞ്ഞു അവിടെ 8 എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പള്ളിന്റെ പുറത്ത് പോയിട്ട് ഭൂമുഖത്ത് നിന്ന് നിസ്കരിച്ചതാണ്. ആ പള്ളിക്ക് ഭൂമുഖം തന്നെ ഇല്ല. അപ്പൊ മുജാഹിദീകളൊക്കെ ചിരിയും. ഞാൻ ചോദിക്കുന്നു, മൗലവി, നിങ്ങളെ മുന്നിലുള്ള സാധാരണക്കാരായ മുജാഹിദുകളെ കൊണ്ട് നിങ്ങൾ പൊട്ടിച്ചിരിപ്പിച്ചു. നാളെ മഹ്ശറയിൽ വെച്ച് കാന്തപുരത്തിന്റെ മുന്നിൽ ഈ മുജാഹിദുകൾ എന്തു ചെയ്യും? അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ എന്തു ചെയ്യും? ഈ ഒരു കളവ് പറയുന്ന ഒരു സഖാഫി, അദ്ദേഹം പച്ചക്കള്ളം പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചിട്ട് അദ്ദേഹം എങ്ങനെ പുറത്താക്കിയെന്ന് അതായിരിക്കുന്ന ടി.എൻ. അബ്ദുള്ള ഹാരിയം വെറുതെ പറയല്ല. എങ്ങനെയാണ് അദ്ദേഹത്തെ സംഘടന പുറത്താക്കിയത് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് എന്റെ മാന്യ മുസ്ലിമീങ്ങളോട് പറയുന്നത്, കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചൊരു പച്ചക്കള്ളം ഒരു സഖാഫി പറഞ്ഞു എന്നതിനാൽ നിങ്ങളാരും അത് കേട്ടിട്ട് ആലിമീങ്ങളെ ദൈവത്ത് പറഞ്ഞ് ആലിമീങ്ങളെ കുറ്റം പറഞ്ഞ് നിങ്ങളെ ആഖിറം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. പിന്നെ മുസ്ലിം മൗലവിയുടെ കാണിച്ചത് എന്താണ്? മൗലവി കാണിച്ചത് ഒരു ഹുദവി. സുബ്ഹാനല്ലാഹ്, ഹുദവി എന്ന് പറഞ്ഞാലോ, ഹുദവി എന്ന് പറഞ്ഞാൽ ചെമ്മാട് ദാറുൽ ഹുദയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകളാണ്. അവരിപ്പോ ഒരു സംഘടന തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുസ്ലിയാർക്കെതിരെ, അതുപോലെ കാളമ്പടി മുസ്ലിയാർക്കെതിരെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സമസ്തയുടെ ആളുകൾക്കെതിരെ ഒരു പുതിയ സമസ്ത ഉണ്ടാക്കിയിരിക്കുകയാണ് ഹുദവികൾ. കുറെ ആളുകൾ കൂടി. എന്താ സംഗതി? അവര് സുൽത്താൻ ഔലിയ എന്ന് പറയുന്ന ഒരു വ്യാജ ശൈഖുണ്ട് ആലുവായിൽ. അതിന്റെ ആളുകളാണ് കുറെ ഹുദവികൾ. അങ്ങനത്തെ ഹുദവികൾ ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരെ ഉസ്താദുമാരെയും ചീത്ത പറഞ്ഞു നടക്കുന്നില്ലേ? എന്തൊരു ഗതികേടാണിത്! ആ ഹുദവികളെ പോലെയുള്ള ഒരു ഹുദവി ഇവിടെ കുറ്റ്യാടിയിൽ വെച്ച് പ്രസംഗിച്ചു. എന്റെ മൂക്കിന്റെ മുമ്പിൽ വെച്ച് പ്രസംഗിച്ചു എന്നാ പറയും. എന്താ പ്രസംഗിച്ചത് കാന്തപുരം ഒരു ദിവസം മർക്കസിലെ കുട്ടികളെ പറ്റിച്ചു എന്നാ ആദ്യം പറഞ്ഞത്. പിന്നെ പറയുന്ന മർക്കസ് കോംപ്ലക്സിൽ കുട്ടികളുണ്ടായാലും മർക്കസ് കോംപ്ലക്സിലെ കുട്ടികൾ മർക്കസ് കോംപ്ലക്സിൽ നിന്ന് കാന്തപുരം അസർക്കെത്തി. എന്നിട്ടോ നിക്കരിച്ചിട്ട് ഇയാള് ദുആക്ക് നിൽക്കാണ്ട് എഴുന്നേറ്റ് നിന്ന് ഇപ്പൊ ആൾക്കാരും ചോദിച്ചു, ഉസ്താദ് എന്താ ദുആക്ക് നിൽക്കാത്തത് എന്ന്. അപ്പൊ ഇയാൾ നോക്കുമ്പോ ദുആക്ക് നിൽക്കുന്നില്ല. നോക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ ഒരു അറബി ഉണ്ട് എന്ന്. ആ അറബിയിലുണ്ടല്ലേ ദുആക്ക് നിൽക്കാത്തത്. ഇതാണ് അവതരിപ്പിച്ചത്. എന്നാ സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായോ? ഇനി അഥവാ ഒരു സംഭവം ഉണ്ടായി എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇപ്പോൾ ഇവിടെ നമ്മൾ നിസ്കരിക്കില്ലേ?
മഗ്രിബ് നിസ്കരിച്ച ഉടനെ തന്നെ ദുആ നടത്തിയില്ലേ? സാധാരണ ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ചൊല്ലാറില്ലേ? ഒരു അല്ലാഹുമ്മ അജ്ർനി മിനൻ നാരി 7 ചൊല്ലാറില്ലേ? എന്തേ ഇന്ന് ചൊല്ലാതിരുന്നത്? ഇന്ന് ചൊല്ലാതിരുന്നത് മഗ്രിബ് നിസ്കരിക്കാതെ കുറെ ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് പള്ളി സൗകര്യം വേണം. അതുകൊണ്ട് പെട്ടെന്ന് ദുആ ചെയ്ത് ഒഴിവാക്കി. ഇനി ഞാൻ ആദ്യം തന്നെ ഇമാമിനോട് പറഞ്ഞു, ഇന്ന് പെട്ടെന്ന് ഒഴിവാക്കണം. അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ അതാ എഴുന്നേറ്റ് പോയിട്ട് സഹാബത്ത് അക്കാര്യത്തിൽ സാധാരണ ഇല്ലാത്തൊരു പതിവ്. അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു ദിവസം അങ്ങ് പോയി, സഹാബത്തിന്റെ അടുക്കൽ നിന്ന് പോയി. സാധാരണ ഇല്ലാത്ത പതിവ് കണ്ടിട്ട് സഹാബത്ത് ബേജാറായി, പേടിച്ചു പോയി. ബുഖാരിയിലെ ഹദീസ് കാണാം. അസാധാരണമാണ്. റസൂലുള്ള ഒരു ദിവസം അങ്ങനെ പോയതാണ്. സഹാബത്ത് എന്തേ പറ്റിയതെന്ന് ബേജാറായി. റസൂലുള്ള ഉടനെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ ഞാനൊരു സ്വർണം വെച്ചിരുന്നു, അത് വിതരണം ചെയ്യേണ്ടതായിരുന്നു, അത് ഞാൻ മറന്നുപോയതാണ്. അത് പെട്ടെന്ന് തന്നെ പോയിട്ട് എടുത്തു കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് പോയതാണ്, നിങ്ങൾ ബേജാറാകേണ്ടതില്ലെന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഒരത്യാവശ്യത്തിന് വേണ്ടി നിസ്കാരം കഴിഞ്ഞ ഉടനെ ദിക്റിനും ദുആക്കും നിൽക്കാതെ ഇമാമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു പോയത് ബുഖാരിയിലില്ലേ? മൗലവിമാരെ, നിങ്ങൾക്കോ കിതാബ് അറിയില്ല, എന്തേ കിതാബ് ഓതി പഠിച്ചവർക്ക് അതറിയില്ലേ? അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലേ? അത് സഹീഹുൽ ബുഖാരിയിലില്ലേ? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനും പലപ്പോഴും നിസ്കാരത്തിന് ദുആക്ക് നിൽക്കാതെ കുറ്റ്യാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകാറുണ്ട്. അറബികൾ ഉണ്ടായിട്ടല്ല, മലയാളികൾ ഉണ്ടായിട്ടുമല്ല. എനിക്ക് ചിലപ്പോൾ വളരെ തിരക്കിട്ടൊരു സ്ഥലത്ത് എത്തേണ്ടതുണ്ടാകും. അപ്പൊ ഞാൻ ചിലപ്പോൾ കാറിൽ കയറി കാറിന് തസ്ബീഹ് ചൊല്ലാം ദിക്റ് ചൊല്ലാം ദുആ നടത്താം, കാറിന് വേണമെങ്കിൽ സുന്നത്തും നിസ്കരിക്കാം, അങ്ങനെ ഇറങ്ങിപ്പോകാറുണ്ട്. അതുപോലെ പലരും ബസ്സിന് പോകേണ്ടവരുണ്ടാകും, അവരിറങ്ങിപ്പോകാറുണ്ട്. നമ്മളുണ്ടോ? ഒരിക്കലും ഒരാളും നിസ്കാരം കഴിഞ്ഞാൽ ദിക്റും ദുആയും കഴിയാതെ ഒരു മനുഷ്യനും ഒരു സന്ദർഭത്തിലും പോകരുതെന്നുണ്ടോ? നമുക്കൊരു വാദം. സുന്നത്തല്ലേ അത് അത്യാവശ്യത്തിന് നിർബന്ധിതാവസ്ഥയിൽ പോകേണ്ടി വന്നാൽ ഒഴിവാക്കുന്നത് കുറ്റമാണെന്ന് നമ്മൾ പറയാറുണ്ടോ? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നാൽ ഇവിടെ ഹുദവിന്റെ പ്രസംഗം നിങ്ങൾക്ക് ഞാനൊന്ന് കേൾപ്പിച്ചു തരും. അയാൾ പറഞ്ഞ വിട്ടിത്ത നിങ്ങൾ മനസ്സിലാക്കണം. കാന്തപുരം ഉസ്താദ് അസർ നിസ്കരിച്ചിട്ട് ദുആക്ക് നിൽക്കാതെ എണീറ്റ് നിന്നു. അപ്പൊ നോക്കും എന്താ ചെയ്യുന്നറിയോ? സുന്നത്ത് നിസ്കരിക്കാണ്. അസറിന്റെ ശേഷം സുന്നത്തുണോ ഹുദവി, അതായത് കേൾപ്പിക്കാൻ പോകുന്നത്. അത് ഹുദവിക്കും മനസ്സിലായില്ല, സെലഫിക്കും മനസ്സിലായില്ല. അതുകൊണ്ടല്ലേ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ മർക്കസിലേക്ക് വരൂ, സിറാജുൽ ഹുദയിലേക്ക് വരൂ. അസറിന്റെ ശേഷം സുന്നത്തില്ല മൗലവിമാരെ. വെച്ചാട്ടെ കേട്ടില്ല? നിങ്ങൾ സുന്നത്ത് തിരിക്കാൻ വേണ്ടി നിന്നാണ്. ഞാൻ ചുരുക്കി പറയട്ടെ. ഇനി പിന്നൊന്ന് പറഞ്ഞെന്താ അറിയോ? ഖത്തറിൽ പോയി, കാന്തപുരം. അവിടുന്ന് ഒരു കത്തയച്ചു. എന്താ കത്തിലുള്ളത്? ഞാൻ തിരിച്ചു വരുന്നത് വരെ മുജാജമകൾക്കെതിരായി ഒറ്റ അക്ഷരവും സുന്നി ടൈംസിലോ വോയിസിലോ പറഞ്ഞവർക്ക് ഓർമ്മയില്ല, എഴുതാൻ പാടില്ല. ഇത് മൗലവിയോട് പറഞ്ഞു. മൗലവിയോട് ഞാൻ ചോദിക്കുന്നു, കാന്തപുരം ഉസ്താദ് എഴുതിയ ഒരു കത്ത്, അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കത്ത് നിങ്ങളൊന്ന് CD-യിൽ വെച്ച് കാണിക്കുക. എതിരാളികൾ പറയുന്ന ആരോപണങ്ങൾ തെളിവിലുദ്ധരിക്കുന്നത് ന്യായമാണോ, മാന്യതയാണോ, ശരിയാണോ? നെഞ്ഞുണ്ടെങ്കിൽ അത് നിസ്കാരത്തിൽ കൈവെക്കാനുള്ളതല്ല, ചിന്തിക്കുമ്പോൾ വെക്കാനുള്ളതാണ്. നെഞ്ഞത്ത് കൈവെക്കും ചിന്തിച്ചു നോക്കുക. എതിരാളികൾ പറയുന്ന ആരോപണങ്ങൾ തെളിവിലുദ്ധരിക്കുന്നത് ശരിയാണോ? നെഞ്ചുണ്ടെങ്കിൽ നെഞ്ചി കൈവച്ചിട്ട് നാദാപുരത്ത് വന്ന് പറഞ്ഞ ന്യായമാണോ എന്ന് ചിന്തിക്കുക.